Good afternoon, all. Good afternoon, ma'am. Okay, chapter കണ്ടപ്പോ മിസ് മാറിപ്പോയെന്ന് വിചാരിച്ചതാണോ അല്ലേ? ഓക്കെ, അപ്പോ രമ്യ മിസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് പോർഷൻസും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അല്ലെ? ഏകദേശം ഒരു പേജസോളം ഉള്ളൂ, ചെറിയ പോയിന്റ്സുകളാണ്. സോ ഇത് മിസ് ആയിരിക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. രമ്യ മിസ് മീൻസ് കുറച്ച് ലീവാണ്, അപ്പോ അതുകൊണ്ട് മീൻസ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. ദെൻ ഇത് ഈ ഒരു പോർഷൻ മാത്രമല്ലല്ലോ, ചെറിയൊരു പോർഷൻ ആണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എക്സാം പോർഷൻസ് കഴിയുമ്പോഴേക്ക് എക്സാം ആകും കേട്ടോ. കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല, അതൊക്കെ ഇൻഫോം നിങ്ങൾ ചെയ്യും, എക്സാം ഡേറ്റും കാര്യങ്ങളും. ഓക്കെ, അപ്പോ മിസ് ഓൾറെഡി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ഇനി എക്സ്റ്റേണൽ ചാലഞ്ചസ് ആണ് എടുക്കാനുള്ളത്. ആണോ? എക്സ്റ്റേണൽ ചലഞ്ചസ് തുടങ്ങിയ എടുക്കാനുണ്ട് ഇനി. ഓക്കെ, അപ്പൊ പോയിന്റ് ആണത്, ജസ്റ്റ് പോയിന്റ് ചെയ്ത് വായിക്കുക കേട്ടോ. എക്സ്റ്റേണൽ അപ്പൊ നിങ്ങള് ഇന്റേണൽ ചലഞ്ചസ് എന്താണെന്ന് കണ്ടു അല്ലെ? ഇന്റേണൽ ചലഞ്ചസിൽ എന്തൊക്കെയാണ് നമ്മള് ഉള്ളിൽ നിന്നും നമ്മൾ നേരിടേണ്ട ചലഞ്ചസ്, വെല്ലുവിളികൾ. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്, പുറമേ നിന്നും വരുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ അല്ലെ? അതായത് നമുക്കറിയാം ബയോമെഡിക്കൽ മാനേജ്മെന്റിന്റെ നിയന്ത്രണങ്ങൾ. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇവിടെ കൺസ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? കൺസ്യൂമർ എന്നിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ആരെയാണ്? കൺസ്യൂമർ ക്ലയന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പേഷ്യൻസിനെയാണ് കേട്ടോ. അപ്പൊ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ. ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെ? വിവരങ്ങൾ അറിയാനായിട്ടുള്ള അവകാശം, വിവരാവകാശം. പേഷ്യൻസിനായിട്ടുണ്ടെങ്കിലും വിവരാവകാശങ്ങൾ ഉണ്ട് അല്ലെ? നമുക്ക് നമ്മളെ ചികിത്സയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനൊക്കെ ഉള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. സോ റൈറ്റ് ടു ഇൻഫോർമേഷൻ. ദെൻ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ് അല്ലെ? നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളും. എത്തിക്കൽ ആൻഡ് ലീഗലിലൊക്കെ പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ കേസസുകള് അല്ലെങ്കിൽ ആക്ടുകള് ഓർക്കുന്നുണ്ടോ? പഠിച്ചോ നിങ്ങള്? ഓക്കെ, ദെൻ പബ്ലിക് റിലേഷൻ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ്. ഓക്കെ, ഇത്രയുമാണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. നമ്മൾ ഇന്റേണൽ ചലഞ്ചസ് കണ്ടു, എക്സ്റ്റേണൽ ചലഞ്ചസ് കണ്ടു. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാവുന്ന, അതായത് ഈ വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള വഴികൾ, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഫസ്റ്റ് വൺ പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് അതുപോലെ തന്നെ പഠിക്കാം കേട്ടോ. കൂടുതലും എന്താ പറയാ എക്സ്പ്ലനേഷൻ ചെയ്തൊന്നുമില്ല, പോയിന്റ് ആണ്. സോ എക്സാക്ട് പോയിന്റ് തന്നെ പഠിക്കാം. ഫസ്റ്റ് വൺ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെ? കുറച്ചുകൂടി ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ കൊണ്ടുവരിക, സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ. പവർ ഷെയറിംഗ്. പവർ എന്നോട് ഉദ്ദേശിക്കുന്നത് അധികാരം. അതായത് ഓരോ മീൻസ് നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കില്ലേ? നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഓരോ ഡ്യൂട്ടീസ്, ഓരോ ചുമതലകൾ ഓരോരുത്തർക്ക്, ഓരോ പേഴ്സൺസിന്. ഇപ്പോ എക്സിക്യൂട്ടീവ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, അങ്ങനെ ഓരോ അധികാര പരിധിയിലുള്ള ചുമതലകൾ കൊടുക്കുക. അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. അവാർഡ്സുകളും പണിഷ്മെന്റുകളും. ഇൻക്രീസ് എഫിഷ്യൻസി. കുറച്ചുകൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. പേഷ്യൻസിന്റെ സേഫ്റ്റിയും കെയറും ഇംപ്രൂവ് ചെയ്യിക്കുക. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാം, മോഡേൺ ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുക. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. പുതിയ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ഒക്കെ കൊണ്ടുവരിക. കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ നടത്താം. റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്. ജീവനക്കാർക്ക് പുനഃക്രമീകരണം, പരിശീലനം. മീൻസ് അവർക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സുകൾ കൊടുക്കുക. റീസ്ട്രക്ചറിങ് എന്താണ്? പുനഃക്രമീകരണം ചെയ്യുക, റീസ്ട്രക്ചറിങ് ചെയ്യുക.
എല്ലാ ഏരിയകളും ഒന്നുകൂടി പുനഃക്രമീകരണമൊക്കെ ചെയ്യുക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, ക്ലിയർ കട്ട് വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതായത് ഓരോ സ്റ്റാഫുകൾക്കായാലും ഓരോ ഡിപ്പാർട്ട്മെന്റിനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. സോ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക. ഓക്കെ, ഇത്രയുമാണ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസിൽ വരുന്നത്. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എക്സ്റ്റേണൽ ചലഞ്ചസും ദെൻ സ്ട്രാറ്റജീസ് ടു മീറ്റ് ചലഞ്ചസും. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന ചാപ്റ്ററിലേക്ക് പോകണം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ ആ നമ്പറിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊക്കെ പഠിക്കുക നിങ്ങൾ കേട്ടോ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കാനും ഉണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അതനുസരിച്ചിട്ട് പഠിക്കുക എക്സാമിന് വേണ്ടി. ഇനി നമ്മളുടെ ചാപ്റ്ററിലേക്ക് വരാം. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഏതായിരുന്നു? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നമ്മളുടെ എടുക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇനി അധികം ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇല്ല അല്ലെ? മേ ബി 1 വീക്കോ 2 വീക്കോ കൂടി വന്നാൽ 2 വീക്സ് കൂടിയൊക്കെ നമുക്ക് ക്ലാസ്സുകൾ വരുന്നുള്ളൂ ഇല്ലേ? ആണോ? നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഏകദേശം നമ്മൾ കവർ ചെയ്യുന്നതാണ് അല്ലെ? അപ്പോ ലാസ്റ്റ് ക്ലാസ് ആണ് അതില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പൊതുവായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, അതില ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിൽ 10 പോയിന്റ് ആണ്. 10 നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ലേ? 10 പോയിന്റ് പറഞ്ഞല്ലോ. വായിച്ചോ? നിങ്ങള് വായിച്ചെങ്കിൽ മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 10 റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. ജസ്റ്റ് ഞാൻ പേര് മാത്രം വായിക്കാം. നിങ്ങളോട് പറഞ്ഞു ആ പേര് മാത്രം, അതായത് ആ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് 10 പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഉള്ളിലുള്ളത് മനസ്സിലാക്കി വെക്കുക. ഉള്ളിലുള്ളത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക് പ്ലാനിങ്, then financial management, third one policy development and implementation, fourth one human resource management, then facilities and equipment management, quality assurance and patient safety, community relations, then risk management, information management, collaboration and leadership. ഈ 10 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. പഠിച്ചോ നിങ്ങൾ 10 പോയിന്റ്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ആ ഒരു പേഴ്സണിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പോ ആദ്യമേ ഞാൻ തന്നെ പറയാം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓരോ പേഴ്സൺസ്, ഇപ്പോ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, അത് കഴിയുമ്പോൾ മെഡിക്കൽ സെക്രട്ടറി, മെഡിക്കൽ എക്സിക്യൂട്ടീവ്, സോ ഇങ്ങനെ ഓരോ പൊസിഷനിലുള്ള പേഴ്സൺസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല. എക്സാക്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ്, അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ കൂടുതൽ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് കുറച്ചും കൂടി ബോറായിക്കളില്ല. നമുക്ക് എന്താണ് തന്നിരിക്കുന്ന പോയിന്റ്സുകൾ അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പൊ കേൾക്കുമ്പോ ചിലപ്പോ വലിയ മീൻസ് എന്താ പറയാ എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്ന ഒന്നല്ല, കാരണം റെസ്പോൺസിബിലിറ്റീസ് ആണല്ലോ, അവരുടെ ഡ്യൂട്ടീസ് മാത്രമേ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോക്കാം. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ അദ്ദേഹം ഏത് ഏരിയയിലാണ് ഇപ്പോ റോള്, എവിടെയാണ് അദ്ദേഹത്തിന്റെ റോള്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലേ അദ്ദേഹം എവിടെയാണ്? OPD ആണ്. OPD ബേസ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണോ? ഓക്കെ, the job description of an outpatient secretary in a hospital normally comprises a variety of administrative and clerical duties related to the operation of outpatient department. അല്ലെ, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ OPD പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസ്, ക്ലറിക്കൽ പരമായിട്ടുള്ള മീൻസ് ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങളിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു എന്താ പറയാ ആ ഒരു ഡ്യൂട്ടീസ് ആണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉള്ളത്. ഔട്ട് പേഷ്യന്റ് തലത്തില് OPD ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ ക്ലറിക്കൽ പ്രവർത്തനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളുമാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ചെയ്യുന്നത്. കോമൺ ആയിട്ട് പറയണമെങ്കിൽ ഇനി നമ്മള് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്, നമ്മൾ ആ പോയിന്റ് മാത്രം നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ദെൻ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങള് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതിനെ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ 10 റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് എത്ര റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത്? 7 റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത്. സോ ആ 7 റെസ്പോൺസിബിലിറ്റീസ് മെയിൻ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതില്ലേ, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? എന്തായാലും നമ്മൾ പഠിക്കണമല്ലോ. ഉള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കുക, സ്കിപ്പ് ചെയ്യരുത്, വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസിലേക്ക് പോകാം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് അല്ലെ, അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. നോക്കാം. ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ scheduling appointments for patients and making sure that appointments are aptly prioritized based on the patient's medical requirements. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ മേക്കിംഗ് ഷുവർ ദാറ്റ് അപ്പോയിന്റ്മെന്റ് ആപ്റ്റ്ലി പ്രയോറിറ്റൈസ്ഡ് അല്ലെ, അതായത് മെഡിക്കൽ റിക്വയർമെന്റ്സ് ആവശ്യമുള്ള പേഷ്യൻസിനാണെങ്കിൽ ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. അതായത് ഇപ്പോ തീരെ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര നേരം ക്യൂ നിന്ന് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാകാം അല്ലെ. നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര നേരം നിൽക്കാനൊക്കെ തീരെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരാം. സോ അവർക്ക് അപ്പോയിന്റ്മെന്റിൽ മുൻഗണന കൊടുക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല ക്ലാസ്സിൽ നിന്ന്? എല്ലാവരും ഉറക്കത്തിലാണോ? അല്ല, ഓക്കെ, റെസ്പോണ്ട് ചെയ്യാട്ടോ. സെക്കൻഡ് വൺ, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, രോഗി പരിചരണത്തിലേക്ക് ഒന്ന് മീൻസ് കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അവരോടൊപ്പം ഒന്ന് പ്രവർത്തിക്കുക. നോക്കാം. The outpatient secretary works keenly with other hospital staff to coordinate patient care. എന്ത് ചെയ്യണം? കീൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീക്ഷ്ണമായി ശ്രദ്ധയോടുകൂടി ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഒപ്പം കോർഡിനേറ്റ് ചെയ്യാവുന്ന പേഷ്യന്റ് കെയറില് രോഗി പരിചരണം നൽകുന്നതിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഒപ്പം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. which includes അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കും പ്രൊസീജിയേഴ്സിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം നഴ്സസിന്റെ ഒപ്പം. then getting medical records, മെഡിക്കൽ റെക്കോർഡ്സുകൾ തയ്യാറാക്കുക. and ensuring that patient receive up to follow up care അല്ലെ, അതായത് ആ പേഷ്യൻസിന് ഈ ഫോളോ അപ്പ് കെയറുകളൊക്കെ ശരിക്കും ശരിയായിട്ടുള്ള രീതിയിൽ ഫോളോ അപ്പ് കെയറുകൾ നൽകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഒപ്പം കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ പറഞ്ഞത് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. മൂന്നാമത്തെ നോക്കാം, ആൻസറിംഗ് ഫോൺ കോൾസ്.
അല്ലെ? ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി OPD വരുന്ന ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. The outpatient secretary is accountable for answering phone calls and directing patients to the concerned department or staff member. എന്താണ് പറയുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി അക്കൗണ്ടബിൾ, അദ്ദേഹത്തിന്റെ ബാധ്യസ്ഥരാണ് എന്ത്? ഫോൺ കോളുകൾ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഫോൺ കോളുകളെ, എന്തെങ്കിലും എൻക്വയറീസിനോ മറ്റോ വരുന്ന ഫോൺ കോൾസിനെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്ടിങ് പേഷ്യന്റ് ടു കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഓർ സ്റ്റാഫ് മെമ്പേഴ്സ്. ഇപ്പൊ പേഷ്യൻസുകൾ വരുമ്പോൾ പേഷ്യൻസിന് ചിലപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടാകാം, അല്ലെ? എവിടെയാണ് പോകേണ്ടത്, ഏതാണ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കാണണം എന്നൊക്കെ അവർക്ക് അറിയില്ല. ഫസ്റ്റ് ടൈം വല്ല പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന് ഡയറക്റ്റിംഗ് കറക്റ്റ് ആയിട്ടുള്ള കൺസേൺ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ സ്റ്റാഫുകൾ ഡയറക്റ്റ് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും. അവർക്ക് സംശയങ്ങളൊക്കെ സ്റ്റാഫുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് ആൻസറിങ് ഫോൺ കോൾസിൽ വരുന്നത്. ഫസ്റ്റത്തെ 3 റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, then answering phone calls. 3 റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കുക, സിമ്പിൾ ആണ് പോയിന്റ്സ്. ഓക്കെ, 3 വായിക്കുക നിങ്ങൾ കേട്ടോ. അടുത്ത 3 നെക്സ്റ്റ് പറയാം. കംപ്ലീറ്റ് ചെയ്തോ ഫസ്റ്റ് 3 റെസ്പോൺസിബിലിറ്റീസ്? ഓക്കെ, നെക്സ്റ്റ് വൺ, 4th വൺ നോക്കാം കേട്ടോ. മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുകൾ മാനേജ് ചെയ്യുക. The outpatient secretary maintains exact and up-to-date patient information in the hospital electronic medical record system. അല്ലേ? അതായത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ, അതായത് നമുക്കറിയാലോ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ആണ് യൂസ് ചെയ്ത് വരുന്നത്. സോ അതില് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് അപ് ടു ഡേറ്റ് ചെയ്യുക, കൃത്യമായിട്ടും വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ചെയ്യുക. which includes എന്തൊക്കെ കാര്യങ്ങളാണ്? ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ, ജനസംഖ്യാപരമായിട്ടുള്ള ഇൻഫോർമേഷൻസുകള്, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യൻസിനെ സംബന്ധിക്കുന്ന മെഡിക്കൽ ഹിസ്റ്ററി, ആൻഡ് ഇൻഷുറൻസ് ഇൻഫോർമേഷൻ, ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ ഇൻഷുറൻസ് ഇൻഫോർമേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അപ് ടു ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then 5th one, processing medical records. മെഡിക്കൽ റെക്കോർഡ്സുകൾ പ്രോസസ് ചെയ്യുക മീൻസ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമേഷൻസുകളൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് അപ് ടു ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. The outpatient secretary processes requisite for medical records, makes sure that patient confidentially is kept, and release medical records to authorized individuals. അല്ലെ? അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ത് ചെയ്യണം,
പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ പ്രോസസ് ചെയ്യുക. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കോൺഫിഡൻഷ്യലി ഇസ് കെപ്റ്റ്. അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡില് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് പേഷ്യൻസിന്റെ മെഡിക്കൽ ഇൻഫോർമേഷൻസുകൾ ചെയ്യുമ്പോൾ രോഗിയുടെ അത് കോൺഫിഡൻഷ്യലി ആയിരിക്കണം എന്ന്. രോഗിയുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ കെപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, then release the medical record to authorized individual. അംഗീകൃത വ്യക്തികൾക്ക് മാത്രമേ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് ഓർക്കണുണ്ടോ? പബ്ലിക് റിലേഷൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേഷ്യൻസിന്റെ വിവരങ്ങൾ രഹസ്യമായിട്ടിരിക്കണം, അത് മറ്റൊരാൾക്ക് റിലീസ് ചെയ്യാൻ പാടില്ല. ഓർക്കണുണ്ടോ എവിടെയെങ്കിലും പോയിന്റ്സ് പഠിച്ചതായിട്ട്? ഒരു ഓർമ്മയില്ല, ഓർക്കണുണ്ടോ? പഠിച്ചതാണോ നിങ്ങള്? മെഡിക്കൽ റെക്കോർഡ്സിലുണ്ട്, കുറെ ചാപ്റ്ററിൽ വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെ. അതായത് ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസിന് മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അത് അത്രയും കോൺഫിഡൻഷ്യലി ആയിരിക്കണം ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, സിക്സ്ത് പോയിന്റ്, ഹാൻഡിലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. Outpatient secretary is accountable for handling a variety of administrative tasks. ഭരണപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. ലൈക്ക് ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്. ഓഫീസ് സപ്ലൈസുകളൊക്കെ ഓർഡർ ചെയ്യുക. ഓർഡറിംഗ് മീൻസ് അത് ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മറ്റും ഓർഡർ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. ഫില്ലിംഗ് പേപ്പർ വർക്ക് അല്ലെ. ഇപ്പോ പേപ്പർ വർക്കുകൾക്ക് ഒത്തിരി ഉണ്ടാകും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ. സോ പേപ്പർ വർക്കുകളൊക്കെ ഒ പിയിൽ വരുന്ന ഒത്തിരി പേപ്പർ വർക്കുകളും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും ചാർട്ടും അങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, ഫിൽ ചെയ്യുക. ആൻഡ് മാനേജിങ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസിന് മാനേജ് ചെയ്യുകയാണ്. എന്ത് കറസ്പോണ്ടൻസ് ഉദ്ദേശിക്കുന്നത്? കറസ്പോണ്ടൻസ് എന്താണ്? കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ കത്തിടപാടുകൾ. ഇപ്പൊ കത്തല്ലല്ലോ, മെയിലൊക്കെ വരില്ലേ, ഒ പിയിലേക്ക് വരുന്ന മെയിലുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതിന് റിപ്ലൈസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഹാൻഡിലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഇനി ലാസ്റ്റ് പോയിന്റ്, പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. The outpatient secretary is often the first point of contact for patients. Underline ചെയ്യാം കേട്ടോ. ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ പേഷ്യൻസ്. ഒരു പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്തതിനുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. Outpatient secretary is often the first point of contact for patients. So, providing excellent customer service is a crucial part of the job. അതിനാൽ excellent ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. ഇമ്പോർട്ടന്റ് ആണ് അത്. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ പേഷ്യന്റ് എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ദെൻ അതിനാൽ അദ്ദേഹത്തിന് എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ദെൻ കൺക്ലൂഡ് ചെയ്ത് പറയണേ. കൺക്ലൂഡ് പാരഗ്രാഫ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. Overall, an outpatient secretary plays a key role in making sure that the outpatient department runs smoothly and efficiently and that patients obtain high quality care. Okay. അപ്പോ ഓവറോൾ ആയിട്ട് ടോട്ടൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീ റോൾ ആണെന്ന്. എന്തിനൊക്കെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും റൺ ചെയ്യുന്നതിനും അതുപോലെ പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കെയർ കൊടുക്കുന്നതിനും ഒരു കീ റോൾ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ്, അറ്റൻഷൻ ടു details and excellent communication skills are necessary for success in this role. So, ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കേണ്ട 3 സ്കിൽസ് ആണ് പറയുന്നത്. ഓർഗനൈസേഷണൽ സ്കിൽ,
ഒരു സംഘടന കഴിവുണ്ടായിരിക്കണം അല്ലെ. ഒരു സംഘടനയെ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ നയിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു കഴിവ്. Then attention to details, വിശദാംശങ്ങൾ കൊടുക്കാനുള്ള ഒരു കഴിവ്. ഇപ്പോ ഔട്ട് പേഷ്യന്റുകൾ പറയുമ്പോൾ പേഷ്യൻസ് വരും, റിലേറ്റീവ്സുകൾ ഉണ്ടാകും. അപ്പൊ അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് വിശദാംശങ്ങൾ കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, രോഗികൾ പലതരത്തിലുള്ള പേഷ്യൻസുകളും പലതരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. സോ അവർക്ക് സംസാരിക്കാനായിട്ടുള്ള, അവരോടെല്ലാം ഇടപെടാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഈ 3 കഴിവുകളും ഒരു സക്സസ്, ഈ ഒരു റോൾ സക്സസ് ചെയ്യാൻ വേണ്ടി, ഒരു സെക്രട്ടറി എന്നുള്ള ഒരു പൊസിഷൻ സക്സസ് ആവണമെങ്കിൽ ഈ 3 സ്കിൽസും സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് പോയിന്റ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കിയേ. 4ാമത്തെ പോയിന്റ് തുടങ്ങി 7th പോയിന്റ് വരെ. ദെൻ കൺക്ലൂഡും ഒന്ന് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എല്ലാ പോയിന്റ്സും? ഓക്കെ, അപ്പോ നമ്മൾ നോക്കിയത് റെസ്പോൺസിബിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം OPD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ മേഖലകളെയും കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ OPDയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിരിക്കും. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, ജസ്റ്റ് ആ ഡ്യൂട്ടീസ് മാത്രം ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. Scheduling appointments, then coordinating patient care, answering phone calls, managing patient information, processing medical records, handling administrative tasks, providing customer services. 7 റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന് വരുന്നത്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. അപ്പോ ആദ്യം നമ്മൾ കണ്ടത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ. ഈ പേരുകൾ തമ്മിൽ മാറിപ്പോകരുതും, കാരണം എല്ലാവരുടെയും പേരുകളും അതുപോലെ തന്നെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വന്നേക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഫസ്റ്റിൽ തന്നെ പറയുന്നതാണ് കേട്ടോ, കാരണം ഇങ്ങനെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ.
കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. കറക്റ്റ് അവരുടെ റോൾ എന്താണോ, ഇപ്പോ മെഡിക്കൽ സെക്രട്ടറിയുടെ റോള്, അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ടീവിന്റെ റോള്, ഔട്ട് പേഷ്യന്റ് OPD എക്സിക്യൂട്ടീവിന്റെ റോൾ എന്താണ്, അതിന്റെ കുറച്ച് പോയിന്റ്സുകള്. പേഷ്യന്റ് കൗൺസിലറിന്റെ റോള്, ഓരോ വ്യക്തികളാണ് അല്ലെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സൈൻ ചെയ്തിരിക്കുന്ന ഇത്രയും ഓരോരോ പൊസിഷനുകൾ ഉണ്ടല്ലോ. സോ ഈ പൊസിഷനിലുള്ള വ്യക്തി, ആ പൊസിഷന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്കിനി മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി നോക്കാം. ജോബ് സമ്മറി മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും തരാത്തത്. എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല അവിടെ, കാരണം അദ്ദേഹത്തിന്റെ റോൾ എന്താണോ അത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ഒന്നും ഇല്ല. ഓക്കെ, ആ പോയിന്റ് മാത്രം വായിച്ചാൽ മതിയല്ലോ. ഓക്കെ ആണോ? പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ, പോയിന്റ്സ് ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ, ക്ലിയർ ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് അങ്ങനെയാണ് കേട്ടോ. മീൻസ് റെസ്പോൺസിബിലിറ്റീസ് മാത്രം വരുന്നുള്ളൂ, നമുക്കൊരു എക്സാമ്പിൾ പറയാനായിട്ടൊന്നും ഇല്ല അതില്ല. ഓക്കെ, ഇനി സ്പീഡ് ഓക്കെ ആണോ? നോർമൽ, നമ്മുടെ സാധാ നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇനി എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇത് സ്ലോവിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ബോറായിരിക്കും കേട്ടോ. കേട്ടിരിക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നും, ഭയങ്കര സ്ലോ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് മെഡിക്കൽ സെക്രട്ടറി. ആളുകൾ തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, മാറിപ്പോകരുത്. മെഡിക്കൽ സെക്രട്ടറി. The medical secretary will execute secretarial duties using specific knowledge of medical terminology and hospital, clinic, laboratory procedures. അതായത് ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആൾക്ക് അത്യാവശ്യം മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുള്ള ആളായിരിക്കുമല്ലോ. ആണോ? വെറുതെ ചുമ്മാ ഒരാളെ പിടിച്ചിട്ട് നമുക്ക് മെഡിക്കൽ സെക്രട്ടറി ആക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. ഒന്നും അറിയാതെ നമ്മളെ പിടിച്ചിട്ട് പോയിട്ട് മെഡിക്കൽ സെക്രട്ടറി ഹോസ്പിറ്റലുകാര് ഇല്ല. അത്യാവശ്യം മെഡിക്കൽ ടേമുകളും അല്ലെങ്കിൽ ടേമുകളെല്ലാം മെഡിക്കലിന് കുറച്ച് അറിവുള്ള, നോളജ് ഉള്ള, അവിടെ ആ ഒരു പ്രൊഫഷനുള്ള വ്യക്തികളെ ആയിരിക്കും മെഡിക്കൽ സെക്രട്ടറി ആക്കുന്നത്. സോ ഈ മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ അറിവുണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ടെർമിനോളജി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ ടെർമിനോളജി, മെഡിക്കൽ ടെർമിനോളജി? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ടെർമിനോളജി പഠിച്ചപ്പോ, അല്ലെ? അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിലും അതുപോലെ തന്നെ ക്ലിനിക്, ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു വ്യക്തിയാണ് മെഡിക്കൽ സെക്രട്ടറി. സോ ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, ആ പ്രത്യേക അറിവ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഓക്കെ, റെപ്രസെന്റ്, ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ് നെക്സ്റ്റ് വൺ പറയുന്നത് കേട്ടോ. നോക്കാം ഡ്യൂട്ടീസ്. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, help with scheduling, receiving and announcing scheduled patients and visitors. അല്ലേ? അതായത് എന്താണ്? റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്. ഫിസിഷ്യനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പേഷ്യന്റിനെ സ്ക്രീൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഷെഡ്യൂള്, പേഷ്യൻസിന്റെ ഷെഡ്യൂൾ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും, ദെൻ റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസ് വരുമ്പോഴും വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോഴും അവരെ റിസീവ് ചെയ്യാനും, ദെൻ ഷെഡ്യൂളിലൊക്കെ പറഞ്ഞു കൊടുക്കാനും, അവരുടെ ഷെഡ്യൂളിന് അപ്പോയിന്റ് ടൈമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും അത് പറഞ്ഞു കൊടുക്കാനും മറ്റും അസിസ്റ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യൻസും വിസിറ്റേഴ്സും വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുക, ദെൻ ഷെഡ്യൂൾസുകളൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് help physicians in daily work. ഫിസിഷ്യൻസിന്റെ ഡെയിലി വർക്കിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക, എന്തെങ്കിലും ഹെൽപ്സുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, കളക്ട് പേഷ്യൻസ് ഇൻഫോർമേഷൻ ആൻഡ് കീപ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്യുക, റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക.
ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. Procedures informed by interrupting dictation, preparing medical reports and creating summaries. അല്ലെ, അതായത് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഒരു പോയിന്റ് വിട്ടല്ലേ? ഓക്കെ ഓക്കെ. എൻഷുർ ഫിസിഷ്യൻ കളക്ട് ഇൻഫോർമേഷൻ കഴിഞ്ഞിട്ടല്ലേ വിട്ടുപോയത്? ഓക്കെ, വിട്ടുപോയ പോയിന്റ് നോക്കാം കേട്ടോ. Ensure physician productively by maintaining calendars. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ, അസിസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഓരോ പ്രോഗ്രാമും ഡേറ്റ് അനുസരിച്ചിട്ട് ചാർട്ട് ചെയ്ത് വെക്കുകയാണ് ഫിസിഷ്യന്റെ. ഒരു ഡോക്ടർമാരെ പറയുമ്പോൾ അവർക്ക് ഡെയിലി ഒരു പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ചിലപ്പോ കറക്റ്റ് ഓരോ ഡേറ്റിലും ചിലപ്പോൾ മീറ്റിംഗ്സുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മേ ബി ഇപ്പോ സർജറി ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അല്ലെ. അതായത് പേഷ്യൻസിന്റെ സർജറിക്കുള്ള ഡേറ്റുകളും അങ്ങനെ അവര് എന്താ പറയാ ഫുള്ളി എൻഗേജ്ഡ് ആണ് എപ്പോഴും. സോ അത് കൃത്യമായിട്ടും കലണ്ടറിൽ ചാർട്ട് ചെയ്യാറ്, മീൻസ് ഓരോ ഡേറ്റുകളും അത് എന്താ പറയാ നമ്മൾ ഓരോ പ്രോഗ്രാമും ഡേറ്റ് അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടും ചാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യണമല്ലോ, അപ്പൊ ഫിസിഷ്യന്റെ ഡേറ്റുകളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഓരോ ഡേറ്റുകളും ചാർട്ട് ചെയ്ത് വെക്കുക. Then next point, procedures informed by interrupting dictation, preparing medical reports and creating summaries. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ അല്ലെ, അതായത് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കുക. ഇന്ററപ്റ്റിംഗ് മീൻസ് നിർദ്ദേശങ്ങളൊക്കെ പറയുക. അതുപോലെ മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ സമ്മറീസ്, പേഷ്യൻസിന്റെ സമ്മറീസ് ഒക്കെ തയ്യാറാക്കുക. ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് വായിക്കാം. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. പോയിന്റ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാനുള്ളൂ. അഞ്ച് പോയിന്റ് ആണ് കേട്ടോ ആദ്യത്തെ. ഫിഫ്ത് പോയിന്റ് പറയുന്നത് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ററപ്റ്റിംഗ് വെച്ചാൽ വ്യാഖ്യാനിക്കുക. ഇപ്പോ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് സജഷൻസുകൾ പറയുക. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുക, സമ്മറീസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, വ്യാഖ്യാനിക്കുക മീൻസ് ഇപ്പോ ഫിസിഷ്യനോട് അസിസ്റ്റ് ചെയ്യുന്നതാണല്ലോ, അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിസിഷ്യന് സജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. Provide historical reference by progressing and utilizing filling and retrieval system. അതായത് provide historical reference by progressing and utilizing filing അല്ലെ, അതായത്
നമ്മുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക. മീൻസ് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കാന്ന് പറഞ്ഞില്ലേ, ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഫയൽ ചെയ്യുക. ആൻഡ് റിട്രൈവൽ സിസ്റ്റം, അത് വീണ്ടെടുക്കാനായിട്ട് ആവശ്യമുള്ളപ്പോൾ വീണ്ടെടുക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫയലുകൾ എടുക്കാമല്ലോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ. ഓക്കെ, ഇലക്ട്രോണിക് റെക്കോർഡ് സിസ്റ്റം ആണല്ലോ. സോ പേഷ്യൻസിന്റെ ഫയലുകൾ എന്ത് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അത് തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ റിട്രൈവൽ ആവശ്യമാണെങ്കിൽ അത് റിട്രൈവൽ സിസ്റ്റം ചെയ്യുക, വീണ്ടെടുക്കുക. സെക്യൂർ ഇൻഫോർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്. എന്താണ് പറയുന്നത്? സെക്യൂർ ഇൻഫോർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്പ്. അതായത് ഡാറ്റാബേസുകൾ അല്ലെ കംപ്ലീറ്റ് ചെയ്യാണ്. മീൻസ് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ഫിൽ ചെയ്യുക. അതായത് ഇൻഫോർമേഷൻസും മെഡിക്കൽ ഇൻഫോർമേഷൻസും നമ്മൾ പറഞ്ഞു, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ സെക്യൂർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഡാറ്റാബേസിൽ പൂർത്തിയാക്കിയിരിക്കണം. മെഡിക്കൽ റെക്കോർഡാണ് അല്ലെ, ഇലക്ട്രോണിക് ആണ്. സോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും ട്രീറ്റ്മെന്റ്സിന്റെയും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഫോർമേഷൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഡാറ്റാബേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സെക്യൂർ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. Then keep patients' confidence and protect operations by keeping information secret. അതായത് പേഷ്യൻസിനെ നമ്മൾ ഒരു കോൺഫിഡൻസ് ആക്കാണ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകള് സീക്രട്ട് ആണെന്ന്, അതായത് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെ നമ്മൾ പറഞ്ഞു മറ്റൊരാൾക്ക് റിലീസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുകൾ. സോ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ കോൺഫിഡൻസ് കീപ്പ് ചെയ്യാന്ന്, നിലനിർത്തുക, അവരുടെ ഒരു ആത്മവിശ്വാസം നിലനിർത്താൻ. അതായത് നമ്മള് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് പുറത്ത് ആർക്കും റിലീസ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ, ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ ഒരു ആത്മവിശ്വാസം സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക. Then maintenance office supplies inventory by checking stock. അതായത് എന്താണ്, സ്റ്റോക്കുകൾ പരിശോധിച്ചുകൊണ്ട് ഓഫീസ് സപ്ലൈസുകള്, ഓഫീസിലേക്കുള്ള സപ്ലൈസുകളില്ലേ, ആവശ്യത്തിനുള്ള സപ്ലൈസ് സാധനങ്ങൾ, അത് എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഇൻവെന്ററി നിലനിർത്തുക. ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആവശ്യമുള്ള വില പട്ടികകൾ ചരക്കുകളൊക്കെ തയ്യാറാക്കുകയും നിലനിർത്തുകയും ചെയ്യുക. സ്റ്റോക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അവിടേക്കുള്ള എന്തെങ്കിലും സപ്ലൈസ് വേണോ, എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഇൻവെന്ററി നിലനിർത്തുക, ഇൻവെന്ററി തയ്യാറാക്കുക. ഇനി ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെന്തൊക്കെയാണെന്നൊക്കെ തയ്യാറാക്കുക, പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ. Then keep office equipment operational by following operating instructions. ഓഫീസ് എക്യുപ്മെന്റ് അല്ലെ, അതായത് ഓഫീസ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുമ്പോൾ പ്രവർത്തന നിർദ്ദേശങ്ങൾ നമ്മൾ യൂസർ മാനുവൽ പറഞ്ഞില്ലേ, അതുപോലെ പ്രവർത്തന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുവാൻ. മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ പഠിച്ചോ? മെഡിക്കൽ എക്യുപ്മെന്റ്സിലല്ലോ, മെഡിക്കൽ ഗ്യാസിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ യൂസർ മാനുവലിന്റെ കാര്യം പറഞ്ഞില്ലേ, MSDS ഒക്കെ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തന്നെയാണ് ഇവിടെ എടുത്തത് മെഡിക്കൽ ഗ്യാസ്. ആണോ? മെഡിക്കൽ ക്ലാസ് എന്റെ ക്ലാസ് ആയിരുന്നോ നിങ്ങൾക്ക്? ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കുറച്ചുകൂടി ഓർമ്മയുണ്ടല്ലോ. MSDS പറഞ്ഞത് ഓർമ്മയുണ്ടോ? മെറ്റീരിയൽ ഡാറ്റ, സേഫ്റ്റി ഡാറ്റ യൂസർ മാനുവൽ വെച്ചിട്ട് ഉപയോഗിക്കണം. ഓക്കെ. ഇവിടെ പറയുന്നത് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കുക. Then next point, maintenance quality result by following and enforcing standards. എന്താണ് പറയുന്നത്? Maintenance quality result by following and enforcing standard. അല്ലെ, മാനദണ്ഡങ്ങൾ പിന്തുടരുക, ക്വാളിറ്റി മാനേജ്മെന്റ് പോളിസീസുകളും കാര്യങ്ങളൊക്കെ പിന്തുടരുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. അതിലൂടെ നല്ലൊരു എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്, ഗുണനിലവാരം എന്ത് ചെയ്യുക, ഗുണനിലവാര ഫലം നിലനിർത്തുകയാണ്. മീൻസ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോവുക. അതിനു വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ക്വാളിറ്റി റിസൾട്ട് ഫോളോ ചെയ്യുകയാണ്. അതായത് നമ്മളെ ക്വാളിറ്റി റിസൾട്ട് മീൻസ് ഗുണനിലവാര മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലിനെ കീപ്പ് ചെയ്യുക. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ഇവിടം വരെ എടുത്ത് നമ്മൾ എടുത്തത് മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ്. അവിടം വരെ ഒന്ന് വായിക്കുക. ഓക്കെ, വായിച്ചോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. Serves and protect the healthcare community by sticking professional standard. Like serves and protect the healthcare community by sticking professional standard. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നിലവാരം, സ്റ്റാൻഡേർഡ് അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ ആരോഗ്യ പരിപാലന സമൂഹത്തെ അല്ലെ, ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി, ആരോഗ്യ പരിപാലന സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക, സംരക്ഷിക്കുക. സെർവ് ചെയ്യുക എന്ന് വെച്ചാൽ സേവിക്കുക, സംരക്ഷിക്കുക, അല്ലെങ്കിൽ എന്താ, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നിലവാരം പുലർത്തുന്നതിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യ പരിപാലന ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ സൃഷ്ടിക്കാം. Updates job knowledge by participating in educational opportunities like reading professional publications. Updates job knowledge, അദ്ദേഹത്തിന്റെ ജോബ് നോളജ് അപ്ഡേറ്റ് ചെയ്യാണ്. അതായത് കുറച്ചും കൂടി നല്ലൊരു നോളജ് അദ്ദേഹത്തിന്റെ ഉള്ള അറിവിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ. ബൈ എങ്ങനെ? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷണൽ അതായത് വിദ്യാഭ്യാസ അവസരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും, ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ വായിച്ചത് കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ജോബിലുള്ള നോളജിനെ കുറച്ചും കൂടി അപ്ഡേറ്റ്സ് ചെയ്യാണ്, കുറച്ചും കൂടി അറിവ് വർദ്ധിപ്പിക്കുക. Keep medical records, technical library and correspondence files. മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, അതുപോലെ ടെക്നിക്കൽ ലൈബ്രറി കീപ്പ് ചെയ്യുക. ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പരമായിട്ടുള്ള ലൈബ്രറി, അതായത് ഇതുപോലെ മെഡിക്കൽ പരമായിട്ടുള്ള പബ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക. ദെൻ കറസ്പോണ്ടൻസ് ഫയൽസ്, കത്തിടപാടുകളും മറ്റും ഇമെയിൽസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് കീപ്പ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ്, പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. അതായത് ഫിസിഷ്യൻസിന്റെ നേതൃത്വത്തിൽ, മേൽനോട്ടത്തിൽ ക്ലറിക്കൽ ആയിട്ടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചുമതലകൾ പെർഫോം ചെയ്യുക. അപ്പോ ഭരണപരമായിട്ടുള്ള ചുമതലകൾ ഉണ്ടാകാം, ക്ലറിക്കൽ ഓഫീസ് പരമായിട്ടുള്ള ചുമതലകൾ ഉണ്ടാകാം. അത് ഫിസിഷ്യൻസിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം.
സോ ഫിസിഷ്യൻസ് ആണ് അവിടെ സൂപ്പർവിഷൻ ചെയ്യുന്നത്. ഇദ്ദേഹം ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ, അപ്പൊ അവിടെ മേൽനോട്ടം വഹിക്കുന്നത് ഫിസിഷ്യൻ ആയിരിക്കും. ഓക്കെ, 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ വായിച്ചു 4 പോയിന്റ്. നാല് പോയിന്റ് ആണ് ഇപ്പൊ നമ്മളിപ്പോ വായിച്ചത്. ലാസ്റ്റ് 4 പോയിന്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നമ്മൾ നോക്കിയത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി ആണ്. നമ്മൾ പറഞ്ഞു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ പരമായിട്ടുള്ള അറിവുകളുള്ള ഒരു വ്യക്തിയാണ്. ദെൻ ഫിസിഷ്യന്റെ അസിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ സൂപ്പർവിഷൻ ചെയ്യുന്നത് ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഒരു മേൽനോട്ടത്തിലാണ് അദ്ദേഹം ക്ലറിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഡ്യൂട്ടീസുകൾ ചെയ്യുന്നത്. ദെൻ ഇതിക്ക് മുന്നിൽ നമ്മൾ നോക്കിയത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ദെൻ മെഡിക്കൽ സെക്രട്ടറി. ഓക്കെ, രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. പേരുകൾ പ്രത്യേകം നോക്കി വെക്കണം, കാരണം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ജോബ് സമ്മറി OPD എക്സിക്യൂട്ടീവിന്റെ ആണ്. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അധികം ഒരു 19 പോയിന്റ്സ് ഉള്ളൂ. ചെറിയ പോയിന്റ്സ് ആണ്. ഇതെല്ലാം ഇതുപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോ ഇനി OPD എക്സിക്യൂട്ടീവിന്റെ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഇനി 2 പേരുടെ സമ്മറി റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതും കൂടി ആവുമ്പോ മൊത്തത്തിൽ കൊളായി പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സില് OPD എക്സിക്യൂട്ടീവ്സിന്റെ സമ്മറി നോക്കാം. എല്ലാവരോടും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും അല്ലെ? ഓക്കെ, അപ്പോ പഠിക്കുക നന്നായിട്ട് കേട്ടോ. ഇനി എക്സാമിന് ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. ഡേറ്റ് ഒക്കെ ഇൻഫോർമേഷൻസ് തന്നോളും, അതനുസരിച്ചിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇത്. പോയിന്റുകളാണല്ലോ, സിമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കേണ്ട, പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ മാക്സിമം എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ വായിക്കാം, ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണോ നിങ്ങൾക്ക്? ആണോ? സാറിന്റെ ക്ലാസ് അല്ലേ? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കില്ല, കാരണം ഇംഗ്ലീഷ് ഒരുവിധം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ക്ലാസ്സുകൾ കവർ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് കവർ ആയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഈ ഒരു ചാപ്റ്ററും ദെൻ അശ്വതി മിസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററും കൂടി അല്ലേ ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ നമ്മുടെ പോർഷൻസിൽ. ആണോ? അശ്വതി മാമിന്റെ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ആവാറായോ? അനുഷ മാമിന്റെ ഉണ്ട്. ഓക്കെ, മീൻസ് HAയുടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആണല്ലോ കംപ്ലീറ്റ് ആവാത്തത്. ഇംഗ്ലീഷ് ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല, ദെൻ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.